സന്തോഷം സമാധാനം കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം മായ. ദൈവമായിരുന്നവൻ, സ്വർഗത്തിൽ താമസിച്ചിരുന്ന ദൈവം ദൈവത്തിന്റെ തേജസ്സിനെയും സ്വരൂപത്തെയും ദൈവത്തിന്റെ ദൈവസ്വഭാവത്തെയും സ്വർഗത്തിൽ വെച്ച് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യന്റെ അവതാരം, മനുഷ്യനോട് കാണുവാൻ, മനുഷ്യനോട് സംസാരിക്കുവാൻ, മനുഷ്യനോട് ഇടപഴകുവാൻ ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തുവാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള. അവൻ സമാധാനമില്ലാത്തവർക്ക് സമാധാനം നൽകും, അവൻ നിത്യജീവൻ നൽകും, അവൻ പാപപരിഹാരകനാണ്. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരമാകുവാനാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് ജനിക്കുകയും യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് മരിക്കുകയും ചെയ്തത്. ബഹുമാനമുള്ളവരെ, ഒരു ദൈവത്തിന് മരിക്കുവാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യന്റെ പാപത്തിന് പരിഹാരം നേടണമെങ്കിൽ പാപത്തിന്റെ ശമ്പളം മരണം. എല്ലാ മനുഷ്യരും ഒരു വ്യത്യാസവുമില്ല, സർവ്വ മനുഷ്യരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു. അങ്ങനെ ദൈവത്തിന്റെ ഗുണങ്ങളും ദൈവത്തിന്റെ സ്വരൂപവും ദൈവത്തിന്റെ അനുസരണവും ദൈവത്തിന്റെ ദൈവസ്വഭാവം മനുഷ്യനിൽ നിന്ന് വേർപെട്ടപ്പോൾ അവനെ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ അകൽച്ചയാണ് പാപമെന്ന് പറയുന്നെങ്കിൽ ആയതുകൊണ്ട് ബഹുമാനമുള്ളവരെ, 2023 വർഷങ്ങൾക്ക് മുമ്പേ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതും മരിച്ചതും യഹൂദന്മാർക്ക് വേണ്ടിയിട്ടല്ല, എനിക്കും നിനക്ക് വേണ്ടിയിട്ടാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ ഇന്ന് നിങ്ങൾ കേൾക്കുക. യേശു ക്രിസ്തു മരിച്ചത് നമ്മുടെ എല്ലാവരുടെയും പാപത്തിന് വേണ്ടിയാണ്, നമ്മുടെ എല്ലാവരുടെയും അകൃത്യത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു മരിച്ചത്. ആ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ പ്രിയമുള്ളവരെ, നാളെ നീ മരിക്കേണ്ടിയിരുന്ന സ്ഥാനത്ത് ആ മരണമാണ് യേശു ക്രിസ്തു സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിയത്. പിതാവിന്റെ അടുത്തിരുന്നവൻ, വെളിച്ചമായിരുന്നവൻ, സത്യമായിരുന്നവൻ ഈ ലോകത്തിലേക്ക് മനുഷ്യനോട് അനുരൂപമാകുവാൻ, പാപത്തോടുകൂടി ദൈവത്തിൽ നിന്നും അകന്ന മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിലിരുന്നവൻ, യജമാനായിരുന്നവൻ ദാസനായി സ്വർഗത്തിലിരുന്നവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. നമ്മൾ ഏതെങ്കിലും വാഹനത്തിൽ കയറിയതിനു ശേഷം അല്ല നമ്മൾ തീരുമാനിക്കുന്നത് ഇന്ന സ്ഥലത്ത് പോകണമെന്നുള്ള കാര്യം. നമ്മൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മൾ അത് പോകുന്നതിന് മുമ്പ് ഏത് സ്ഥലത്ത് വരണമെന്ന്, ഏത് വാഹനത്തിൽ കയറണം, നമ്മൾ അത് പോകുന്നതിന് മുമ്പാണ് തീരുമാനിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ മരണാനന്തരമുള്ള ജീവിതം സ്വർഗത്തിൽ വേണോ നരകത്തിൽ വേണോ എന്ന് തീരുമാനിക്കുന്നത് മനുഷ്യൻ്റെ മരണശേഷമല്ല, മനുഷ്യന് മരണത്തിന് മുമ്പുള്ള ഒരു ജീവിതം ദൈവം നമുക്ക് തന്നിട്ടുള്ള, ദാനമായി തന്നിട്ടുള്ള ഈ ജീവിതത്തിനിടയിൽ മനുഷ്യൻ മനസ്സിലാക്കേണ്ട വസ്തുത ഇതാണ്. വിദ്യാഭ്യാസം, ഉന്നതമായ വിദ്യാഭ്യാസം, IAS IPS പോലെ ഉന്നതമുള്ള വിദ്യാഭ്യാസം നമുക്ക് നേടാം, പക്ഷേ ഇതൊന്നും മരണശേഷം അവന് ഉപകരിക്കുന്നില്ല. അപ്പോൾ മനുഷ്യൻ ഭൂമി എന്ന ഇട്ടാവട്ടത്തിൽ നിന്നും ഭൂമിക്ക് പുറത്ത് മനുഷ്യൻ പഠിക്കുന്ന മേഖലയിൽ വരെ എത്തി നിൽക്കുന്ന ഒരു വലിയ ലോകത്താണ് പ്രിയമുള്ളവരെ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. പക്ഷേ ശാസ്ത്ര സാങ്കേതികയുടെ വളർച്ച അനുസരിച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ കൂടി തന്നെ നമുക്ക് ലോകത്തെ വീക്ഷിക്കുവാനും നമ്മളിപ്പോൾ ലോകത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ഇപ്പോൾ മനുഷ്യന്റെ കൈവിരലിൽ, മനുഷ്യന്റെ കയ്യിൽ എത്തിപ്പിടിക്കാവുന്ന ദൂരത്തിൽ ലോകം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എത്ര സവിശേഷകരമായിട്ടുള്ള അവസ്ഥ ഒന്ന് നോക്കൂ. ഈ ഭൂമി പണ്ടിങ്ങനെയായിരുന്നു, 10-20 വർഷം മുമ്പ് ഇങ്ങനെയായിരുന്നു. ലോകം വളർന്നു, മനുഷ്യൻ വളർന്നു, ടെക്നോളജികൾ വളർന്നു, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ, ആരോഗ്യ മേഖലകൾ, IT സമ്പ്രദായങ്ങൾ വളർന്നു, മൊബൈൽ സമ്പ്രദായങ്ങൾ, അതിന്റെ ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മനുഷ്യൻ അവൻ എത്തിപ്പിടിക്കാവുന്നതിലും വലിയ ഉയരങ്ങളിലേക്ക് മനുഷ്യൻ എത്തിയിരിക്കുന്നു. പക്ഷേ ഇന്നും മനുഷ്യനെ കുഴക്കുന്നതും ഇന്നും
മനുഷ്യനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള 3 ചോദ്യങ്ങൾക്ക് ഈ ലോകത്തിലെ ഒരൊറ്റ മതത്തിനോ ഈ ലോകത്തിലെ ഏതെങ്കിലും ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്കോ വിദ്യാഭ്യാസത്തിനോ കഴിഞ്ഞില്ല. മനുഷ്യന് മരണത്തെ ജയിക്കുവാൻ ഇന്നേ വരെ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്കും കഴിഞ്ഞില്ല. മനുഷ്യന് അവന്റെ ഉള്ളിലുള്ള പാപത്തിന് പരിഹാരം നൽകുവാൻ ഇന്നേ വരെ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്കും കഴിഞ്ഞില്ല. ഒരു മേഖലയ്ക്കും ഇന്നേ വരെക്ക് കഴിഞ്ഞില്ല. മനുഷ്യന് മരണാനന്തര ജീവിതമുള്ള നിത്യജീവൻ പ്രദാനം ചെയ്യുവാൻ ഇന്ന് വരെയുള്ള ഒരൊറ്റ മതസ്ഥാപനത്തിനോ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾക്കോ ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വത്തിനോ സാങ്കേതിക വിദ്യകൾക്കോ കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇന്ന് ഉയർത്തുന്ന സത്യവേദ പുസ്തകം എന്നറിയപ്പെടുന്ന ബൈബിൾ യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാടുകളിൽ ദൈവമാരെന്ന് വെളിപ്പെടുത്തുന്നതുമായിട്ടുള്ള ഏക പുസ്തകമായ സത്യവേദ പുസ്തകം ഈ ലോകത്തിന്റെ 7 വൻകരകളിലും 5 സമുദ്രങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നതും 196 രാജ്യങ്ങളിൽ വിസ്തരിച്ചു കിടക്കുന്നതുമായ 850 കോടി മനുഷ്യജീവന്റെയും മരണത്തിന് ഉത്തരം കണ്ടെത്തുവാൻ ശാസ്ത്രം കഴിയാതെ നിന്നപ്പോൾ അതിന് ഉത്തരവുമായിട്ട് വിശുദ്ധ വേദപുസ്തകം ഇവിടെ എത്തിക്കഴിഞ്ഞു. ഏകദേശം 1500 വർഷങ്ങൾ കൊണ്ട് 40-ലധികം എഴുത്തുകാരാൽ എഴുതപ്പെട്ടത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മുദ്രപ്രകാരം എഴുതപ്പെട്ടതുമായിട്ടുള്ള ഏക പുസ്തകമാണ് ഞങ്ങൾ ഉയർത്തുന്ന സത്യവേദ പുസ്തകം. സത്യവേദ പുസ്തകം ഈ 3 ഉത്തരം നൽകുന്നുണ്ട്. മനുഷ്യന് മോക്ഷം എങ്ങനെ നൽകാം, മനുഷ്യന്റെ പാപത്തിന് എങ്ങനെ പരിഹാരം നൽകുവാൻ, മനുഷ്യന്റെ മരണത്തിൽ നിന്നും എങ്ങനെ വിടുവിക്കാം, മനുഷ്യന് എങ്ങനെ നിത്യജീവൻ നൽകാം എന്നുള്ള 3 ചോദ്യങ്ങൾക്കും വിശുദ്ധ വേദപുസ്തകം യഹോവയായ ദൈവം ഉത്തരം നൽകുന്നു. അപ്പോൾ ഒരു ചോദ്യം, എന്താണ് പാപം? പ്രിയമുള്ളവരെ, ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന സകല മനുഷ്യരും പാപത്തോടു കൂടിയാണ് ജനിച്ചു വീഴുന്നത്. ഇതിനെയാണ് മനുഷ്യന്റെ ജന്മപാപം എന്ന് പറയുന്നത്. ജന്മപാപം ഹേതുവായി മനുഷ്യൻ പാപം ചെയ്ത് അകൃത്യങ്ങളും കുറ്റകൃത്യങ്ങളും അതുപോലെ തന്നെ അസന്മാർഗിക പ്രവർത്തനങ്ങളും തിന്മ പ്രവർത്തനങ്ങളും ലോകത്ത് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാത്തിനും കാരണം പാപമാണ്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പാപം ഉള്ളത് കൊണ്ടാണ് സ്വന്തം അപ്പനമ്മമാരെ പോലും പെട്രോൾ ഒഴിച്ചു കൊന്ന് ആ അപ്പന്റെ അമ്മയുടെയും ശരീരഭാഗങ്ങൾ ഫ്രിഡ്ജിനകത്ത് വെച്ച് സൂക്ഷിക്കുന്നത്. ആ ശരീരാവയവങ്ങൾ എണ്ണയിട്ട് ചൂടാക്കി ഭക്ഷിക്കുന്ന ഒരു യുവതലമുറ ഈ ലോകത്ത് എത്തുവാനുള്ള കാരണം പാപമാണ്. നൊന്തുപെറ്റ 9 മാസം നൊന്തുപെറ്റ സ്വന്തം കുഞ്ഞിനെ കാമുകന് വേണ്ടി പാറയിൽ എറിഞ്ഞുകൊല്ലുവാൻ ഒരു പിതാവിനെ പ്രേരിപ്പിച്ച ഘടകം പാപമാണ്. സ്വന്തം മാതാവ് സ്വന്തം മക്കളെ കൊല്ലുവാൻ പ്രേരിപ്പിച്ച ഘടകം പാപമാണ്. ഈ ലോകത്തിൽ പാപമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ, അകൃത്യങ്ങൾ, കോപങ്ങൾ, ഇങ്ങനെയുള്ള വിഷാദ രോഗങ്ങൾ, ആത്മഹത്യകളെല്ലാം പെരുകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം പാപമാണ്. ഏകദേശം 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം മനുഷ്യനെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും സൃഷ്ടിച്ച് ഈ ലോകത്തിലേക്കാക്കി, ഈ ഭൂമിയിലേക്കാക്കി. എന്നാൽ മനുഷ്യൻ ഒരു രണ്ടാമത്തെ ഏജൻസിയെ സാത്താൻ അഥവാ പിശാച് എന്നറിയപ്പെടുന്ന നെഗറ്റീവ് എനർജി മനുഷ്യനെ അടുത്തു വരികയും ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുകയും ചെയ്തു. അങ്ങനെ ആദ്യമായി ദൈവത്തിൽ നിന്നും മനുഷ്യൻ അകന്നു. അങ്ങനെ ദൈവത്തിൽ നിന്നും അകന്ന മനുഷ്യനിലുള്ള ഈ ഒരു അകൽച്ചയാണ് പാപമെന്ന് പറയുമ്പോൾ, മറ്റൊരു ജീവിയിൽ നിന്നോ പരിണമിച്ച് ഉണ്ടായതല്ല മനുഷ്യൻ. സദൃശ്യം മനുഷ്യൻ ഉണ്ടായതിന് കാരണം ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതാണ്. അങ്ങനെ ദൈവത്തിന്റെ കയ്യാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. പ്രിയമുള്ളവരെ, ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടും ദൈവത്തോടുള്ള കൂട്ടായ്മ മുറുകെ പിടിക്കുന്നതിന് വേണ്ടും ഈ ലോകത്ത് ദൈവം സൃഷ്ടിച്ച സകല ചരാചരങ്ങളെയും അടക്കി വാഴുവാനും സന്താനപുഷ്ടിയുള്ളവരായി പറ്റുപെരുകി ഈ ലോകത്ത് നിറയുവാനുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത്.